ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ മണ്ടത്തരം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ചില നേതാക്കളിൽ ഒരാൾ മാത്രമായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്ന കെജ്രിവാൾ പഴയ കെജ്രിവാൾ അല്ല, 10 മടങ്ങ് കരുത്തുള്ള കെജ്രിവാളാണ്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ അസാധാരണക്കാരനായ നേതാവ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ കിടന്നതോടുകൂടി, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വരുന്നതോടുകൂടി മറ്റൊരു കരുത്തനായ നേതാവായി മാറുകയും ബി.ജെ.പിക്ക് നേരിട്ട് നരേന്ദ്രമോദിക്ക് തന്നെ ചെക്ക് വെക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. നമുക്ക് രണ്ട് തരത്തിൽ കെജ്രിവാളിന്റെ നീക്കങ്ങളെ നോക്കാം. ഒന്ന്, കെജ്രിവാൾ ബി.ജെ.പിക്കെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച, അല്ലെങ്കിൽ ബി.ജെ.പിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനിലാക്കിയ, എങ്ങനെ തിരിച്ചടിക്കണം എന്നതിൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന, ഒരു പരിധിവരെ ബി.ജെ.പി അണികളിലടക്കം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയപരവും തന്ത്രപരവുമായ ഒരു നീക്കം മോദിയുടെ വിരമിക്കൽ. മോദി വിരമിക്കും, 75 വയസ്സായാൽ അടുത്ത വർഷം സെപ്റ്റംബറിൽ വിരമിക്കാൻ പോവുകയാണ്. പിന്നീട് ആരാവും പ്രധാനമന്ത്രി? അമിത്ഷായ്ക്ക് വേണ്ടിയാണോ മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നുള്ള ചോദ്യം, അതൊരു തന്ത്രപരമായ നീക്കമാണ്. മറ്റൊന്ന്, മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുകയാണ്. ഇന്നാണ് കെജ്രിവാൾ അങ്ങനെ ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചത്. കെജ്രിവാളിന്റെ ശബ്ദത്തിന് സ്വാഭാവികമായും ഇപ്പോൾ ജയിൽ കിടന്നു വന്ന കെജ്രിവാളിന്റെ ശബ്ദത്തിന് ഇന്ത്യയിൽ ആകമാനം വലിയ സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവായി കെജ്രിവാൾ മാറിയിരിക്കുന്നു. ബി.ജെ.പി അജണ്ട നിശ്ചയിച്ച് അതിനൊപ്പം, അല്ലെങ്കിൽ ബി.ജെ.പി നിശ്ചയിക്കുന്ന അജണ്ടയ്ക്കൊപ്പം മാറിപ്പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകേണ്ട അവസ്ഥയാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ, ഇന്ന് അതിന് ബദലായിക്കൊണ്ട് കെജ്രിവാൾ സ്വന്തം നിലയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് അജണ്ട അടക്കം മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹം ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി, എങ്ങനെയാണോ ഡൽഹിയിൽ ഒരു പാർട്ടി രൂപീകരിച്ച് കൃത്യം 1 വർഷം കഴിയുമ്പോൾ ഡൽഹിയുടെ ഭരണത്തിലേക്ക് അസാധാരണമായ വേഗതയിൽ, അത്ഭുതകരമായ വേഗതയിൽ വിജയി നേടിക്കൊണ്ട് ഡൽഹി ഭരണം കെജ്രിവാൾ പിടിക്കുന്നത്, ആ മട്ടിലുള്ള ഗ്യാരണ്ടി തന്നെയാണ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്തും 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും എന്നുള്ളതാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇന്നും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും വൈദ്യുതി എന്ന് പറയുന്നത് മണിക്കൂറുകളിൽ, ദിവസത്തിന്റെ ഏതാനും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം ലഭിക്കുന്ന അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി വൈദ്യുതി മുടങ്ങുന്ന അവസ്ഥയുള്ള നിരവധി പ്രദേശങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് 24 മണിക്കൂറും ഞാൻ വൈദ്യുതി ഉറപ്പാക്കും എന്ന് പറയുന്നു. 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും എന്ന് പറയുമ്പോൾ വ്യാജ വാഗ്ദാനമാണോ എന്ന് ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത് നടക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണോ എന്ന് സംശയം തോന്നുന്നവർക്കുള്ള മറുപടിയായി പറയുന്നു, എങ്ങനെയാണോ ഡൽഹിയിലും പഞ്ചാബിലും ഞങ്ങൾ വൈദ്യുതി വിതരണം ചെയ്തത് ആ മട്ടിൽ തന്നെ ചെയ്യും. അതിനോടൊപ്പം ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, 200 യൂണിറ്റ് വൈദ്യുതി വരെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുമെന്ന്. 200 യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് 200 യൂണിറ്റ്, മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും 200 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യയിൽ ഉള്ളത്. അവർക്കൊക്കെയും സൗജന്യമായി വൈദ്യുതി ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ച്, അവിടുത്തെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമോ അല്ലെങ്കിൽ വലിയ സന്തോഷമോ ഒക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. അതിന്റെ കണക്കുകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2 ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്ത്യക്ക് ആവശ്യം, പക്ഷേ ഇന്ത്യക്ക് 3 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അത് അങ്ങനെ ഇതുവരെ നടക്കില്ല എന്ന് പറഞ്ഞ 2 സ്ഥലത്ത്, പ്രത്യേകിച്ച് വൈദ്യുതി പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരുന്ന 2 സ്ഥലത്ത്, ഡൽഹിയിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും, അത് പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ തെളിയിച്ച ഒരു മന്ത്രിസഭയാണ് ആം ആദ്മിയുടേത്. ആ ആം ആദ്മിയാണ് പറയുന്നത് ഇങ്ങനെ സൗജന്യമായി വൈദ്യുതി നൽകുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. ഇന്ത്യയിൽ സാധാരണ മനുഷ്യരുടെ, അല്ലെങ്കിൽ ഇടത്തരക്കാരായ മനുഷ്യരുടെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ന്, കഴിഞ്ഞ ഒരു 10-15 വർഷത്തിന് മുമ്പ് പോലെയല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് അത്യന്തം ശോചനീയമായ അവസ്ഥയിലാണ്. നേരാവണ്ണം അധ്യാപകർ പോലും ഇല്ലാത്ത, വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. ഡൽഹിയിലും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഡൽഹിയിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ നിലവാരത്തെ വെല്ലുന്ന രീതിയിലേക്ക് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ അവിടെ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു. അതിനൊക്കെ മുൻനിന്ന മനീഷ് സിസോദിയ ഇന്നിപ്പോൾ ജയിലിലാണ് എന്നതുകൂടി ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിനടക്കം, കെജ്രിവാളിന്റെ സർക്കാരിന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു
അദ്ദേഹം ആ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഞാൻ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ആകമാനം അത്തരത്തിലൊരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക്, അവരുടെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് പറയുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അവരുടെ ജീവിതവുമായി ബാധിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഈ വൈദ്യുതി ആയാലും വിദ്യാഭ്യാസമായാലും. മറ്റൊന്ന്, കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചനുസരിച്ചുള്ള ഉൽപാദന ചെലവിന് ആനുപാതികമായ രീതിയിലേക്കുള്ള MSP, മിനിമം പ്രൈസ് അവർക്ക് ഉറപ്പാക്കും എന്നുള്ളതാണ്. ദീർഘകാലമായി കർഷകരുടെയൊക്കെ വലിയ സമരം നടത്തുന്നതൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കർഷകരായാലും കർഷക തൊഴിലാളികളായാലും ഒക്കെ ഇന്ത്യയിൽ വലിയ വോട്ട് ബാങ്ക് ആണ്. അത്തരം ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പറയുന്നത്, കെജ്രിവാൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് MSP ഉറപ്പാക്കും. അത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ചുള്ള MSP തന്നെ ഉറപ്പാക്കും. ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത് വൻകിട തട്ടിപ്പാണ്. ഈ മേഖലയിൽ അർഹരായ കർഷകർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അനർഹരായ ചില ആളുകൾക്കൊക്കെ ഇത് തട്ടിക്കൊണ്ടു പോവുകയാണ്. അതിന് പകരമായി അർഹരായ മുഴുവൻ കർഷകർക്കും അവരുടെ കൃഷിക്ക് എന്ത് ചിലവായോ ആ ചിലവും ലാഭവും കണക്കാക്കിയുള്ള വിളയ്ക്കുള്ള വില ഉറപ്പാക്കുക എന്ന് പറഞ്ഞത് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും അവർ ഇത് എത്രയോ പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കും എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറെ വിമർശനങ്ങൾക്കൊക്കെ വിധേയമായ താൽക്കാലിക, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖല പട്ടാളത്തിൽ ചേരുക. ആളുകൾ പണ്ട് പറയുന്നത് മുതൽ, പണ്ട് പോക്കില്ലെങ്കിൽ പോയി പട്ടാളത്തിൽ ചേരുക എന്നൊക്കെ മലയാളത്തിൽ പറയുമെങ്കിൽ, പോക്കില്ലാത്തെങ്കിലല്ല പട്ടാളത്തിൽ ചേരുന്ന ഒരാളുടെ ജീവിതം തന്നെ, ഒരു കുടുംബത്തിന്റെ ജീവിതം, ഒരാളുടെ ജീവിതം, ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു പോകുന്ന ഒന്നാണ് ഒരാൾക്ക് പട്ടാളത്തിൽ ജോലി ലഭിക്കുക എന്നുള്ളത്. അയാളുടെ കുടുംബത്തിനും അയാളുടെ ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും എല്ലാം അതിന്റെ ആനുകൂല്യം ലഭിക്കും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നതുകൊണ്ടും കാരണം അവർക്കടക്കം ചികിത്സാ സൗകര്യങ്ങളടക്കം ലഭിക്കുന്ന ഒരാളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതോ ജീവിതം സംരക്ഷിക്കുന്നതുമായ അഭിമാനകരമായ ഒരു തൊഴിലാണ് പട്ടാളത്തിൽ ജോലി ലഭിക്കുക എന്നുള്ളത്. അവിടേക്കാണ് അഗ്നിവീർ വന്നത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി കിട്ടുന്നു, അവസാനം ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അവിടെ അഗ്നിവീർ പദ്ധതി തന്നെ നിർത്തലാക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് മഹാഭൂരിപക്ഷവും ഇങ്ങനെയുള്ള സൈന്യത്തിലേക്ക് സേവനത്തിന് പോകുന്നത്. ആ മനുഷ്യരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അഗ്നിവീർ നിർത്തി പഴയ സംവിധാനത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന രീതിയിലേക്ക് മാറ്റും എന്നുള്ളത്. അതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു ഗ്യാരണ്ടി തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിക്ക് സമ്പൂർണ്ണ പദവി നൽകും, സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്ന് പറയുന്നത് അത് ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഡൽഹിയിൽ ഒരു ചലനം ഉണ്ടാക്കാനൊക്കെ കഴിയും. ഡൽഹിയിൽ 7 സീറ്റുകളിൽ ഇത്തവണ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും ജയിച്ചത് അവിടെ BJP സഖ്യമാണ്. എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് അങ്ങനെ വിജയത്തിന്റെ സാധ്യത കൂടി ഉറപ്പാക്കാൻ വേണ്ടി അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ചൈന പിടിച്ചെടുത്ത ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നു. മറ്റൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ് തന്ത്രപരമായ നീക്കം എന്നുള്ളതാണ്. 75 വയസ്സിൽ കഴിഞ്ഞ നേതാക്കന്മാരെല്ലാം മാറി നിന്ന് പുതിയ നേതാക്കൾ വരട്ടെ. അങ്ങനെയാണ് 2004 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഒരു പുതിയ മത്സരത്തിന് തയ്യാറാവുന്നത്. നരേന്ദ്രമോദിയാണ് പ്രധാനപ്പെട്ട നേതാവെന്നതും അല്ലെങ്കിൽ ഏക നേതാവ് എന്നതിലേക്ക് മാറുന്നത്. BJP എന്ന പ്രസ്ഥാനത്തെ രൂപീകരിക്കുകയും അതിനുവേണ്ടി ഏറെ ത്യാഗങ്ങളൊക്കെ ചെയ്ത് അതിന്റെ സ്ഥാപക നേതാവ് കൂടിയായ LK അദ്വാനി അടക്കമുള്ള, അല്ലെങ്കിൽ തലമുതിർന്ന നേതാക്കളായ മുരളി മനോഹർ ജോഷി അടക്കമുള്ള ആളുകൾ, സുമിത്ര മഹാജൻ അടക്കമുള്ള ആളുകളെ എല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇവരുടെ പ്രായത്തിന്റെ പേര് പറഞ്ഞാണ്. 75 വയസ്സ് എന്നുള്ള പ്രായത്തിന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു തലമുറയിലെ നേതാക്കൾ മുന്നിൽ വരികയും അവർ പാർട്ടിയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടുകയും അധികാരത്തിലേറുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു നിയമം ഇപ്പോഴും ബാധകമാണെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ 17 നരേന്ദ്രമോദിക്കും 75 വയസ്സ് തികയും. അപ്പോൾ നരേന്ദ്രമോദിയും ഒഴിയേണ്ടി വരില്ലേ? നരേന്ദ്രമോദി വിരമിക്കേണ്ടി വരും. അങ്ങനെ വിരമിച്ചാൽ അവിടെ അമിത്ഷാ ആയിരിക്കും പകരം വരുന്നത് എന്ന് പറയുന്നു. അവിടെ ഒന്നുകൂടി കടത്തി തന്ത്രപരമായ ഒരു നീക്കം കൂടി നടത്തുന്നു. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായും യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത്ഷാ സഖ്യവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ കൂടി അദ്ദേഹം പരസ്യമാക്കുകയാണ് കെജ്രിവാൾ. അങ്ങനെ കെജ്രിവാൾ പറയുന്നു, യോഗിയെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അവിടേക്ക് അമിത്ഷായെ കൊണ്ടുവരും. യോഗിയെ ഇനിയും ഒരു BJP സർക്കാർ വന്നാൽ 2 മാസത്തിനുള്ളിൽ തന്നെ യോഗിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു പോകും. അതോടൊപ്പം തന്നെ അമിത്ഷാ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. മോദിയുടെ ഗ്യാരണ്ടിക്ക് എന്താണ് ഉറപ്പ്? മോദി ഇതുവരെ തന്ന വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞോ? 15 ലക്ഷത്തിന്റെ അടക്കമുള്ള ഗ്യാരണ്ടികൾ പാലിക്കാൻ കഴിഞ്ഞോ? ഈ മോദിയുടെ ഗ്യാരണ്ടി അമിത്ഷാ പാലിക്കും എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. മോദിക്ക് ഉണ്ടായ ജനപ്രിയത അല്ലെങ്കിൽ മോദിക്ക് ഉണ്ടായിരുന്ന മറ്റു പാർട്ടികളിൽ നിന്നടക്കം വോട്ട് ശേഖരിക്കാനുള്ള വലിയ ശേഷി, അദ്ദേഹത്തിനുള്ള വലിയ പ്രതിച്ഛായ, ഈ പ്രതിച്ഛായ ആ മട്ടിലുള്ള പ്രതിച്ഛായ ഉള്ള ആളല്ല അമിത്ഷാ. അതുകൊണ്ട് തന്നെ മോദിയെ മാറ്റി അമിത്ഷായെ ഒന്നാം നിരക്കാരനായി പ്രതിഷ്ഠിക്കുക വഴി BJPയെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. BJP എന്തായാലും സമർത്ഥമായ രീതിയിൽ തന്നെ അതിനെ പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. വീണ്ടും
കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ പോകേണ്ട ആളല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനെ അടക്കം കെജ്രിവാൾ ശക്തിയാക്കാനാണ്, തന്റെ ശക്തിയായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കെജ്രിവാൾ ഉപയോഗിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെയും കെജ്രിവാൾ ആയിരിക്കും മോദിക്ക് ബദലായി നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കാൻ പോകുന്നത്, അജണ്ടകൾ നിശ്ചയിക്കാൻ പോകുന്നത് എന്നത് കൂടി തെളിയിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ. എന്തായാലും കെജ്രിവാളിനെ അങ്ങനെ ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു നേതാവല്ല, മറ്റു നേതാക്കന്മാരെ പോലെ വിലയിരുത്താൻ കഴിയുന്ന ഒരു നേതാവുമല്ല. ആദ്യ ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സാധാരണ വിവരാവകാശ പ്രവർത്തകരായി ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി കടന്നു വരുന്ന ഒരു അണ്ണാ ഹസാരയുടെ സമരത്തിനൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് കടന്നു വരുന്ന കെജ്രിവാൾ മാസങ്ങൾക്കുള്ളിലാണ് ഡൽഹി പോലെ ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കലായ ഒരു സ്ഥലത്ത് അധികാരം പിടിക്കുകയും, അപ്പോൾ താൽക്കാലിക പ്രതിഭാസമെന്ന് മറ്റുള്ളവർ പറഞ്ഞു, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ആ താൽക്കാലിക പ്രതിഭാസം തുടർ വിജയം എന്ന് പറഞ്ഞാൽ സാധാരണ വിജയമല്ല. 70-ൽ 67 സീറ്റുകളും 63 സീറ്റും ഒക്കെ നേടിയാണ് 2 തവണയും കെജ്രിവാൾ വിജയിച്ചത്. അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാട്ടാൻ ശേഷിയുള്ള നേതാവ് കൂടിയാണ് കെജ്രിവാൾ. ആ കെജ്രിവാളാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന് രക്തസാക്ഷി പരിവേഷത്തോട് വന്ന് മോദിക്ക് ബദലായി നിന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതുകൊണ്ട് കെജ്രിവാളിനെ ആവും ഇനി BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരിക. അത്തരമൊരു രാഷ്ട്രീയ സ്ഥിതിയിലാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. കെജ്രിവാളിന്റെ തന്ത്രങ്ങൾ എത്രത്തോളം വിജയം കാണും എന്നുള്ളത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ കണ്ടറിയേണ്ടതാണ്. BJPയെ സംബന്ധിച്ച് അങ്ങനെ ഏത് വലിയ തന്ത്രങ്ങളെ നേരിടാനുള്ള സംഘടനാ സംവിധാനവും ബാക്കി സംവിധാനങ്ങളും അധികാര സംവിധാനവും അടക്കം എല്ലാം ഉള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ കെജ്രിവാളിനെ അങ്ങനെ എഴുതിത്തള്ളാനും കഴിയില്ല. എന്തായാലും വരും ദിവസത്തെ കളികൾ ആവേശപൂർവ്വം തന്നെ ജനത്തിന് കാണാൻ കഴിയും. ആ പ്രതീക്ഷയിലാണ് നമ്മളും നിൽക്കുന്നത്.